എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 25-ാമത്തെ പേജിൽ 3-ാമത്തെ ചോദ്യത്തിന് ഉത്തരമാണ് ഇനി നമ്മൾ കാണുവാനായിട്ട് പോകുന്നത്. വൈ വാസ് സ്പിൽമാൻ അഫ്രേഡ് ഓഫ് ബീയിങ് കിൽഡ് ബൈ പോളിഷ് സോൾജിയേഴ്സ് ഹിസ് ഓൺ കൺട്രിമെൻ? അതായത് ഇവിടുത്തെ ഒരു ചോദ്യം ഇതാണ്, വൈ എന്തുകൊണ്ടാണ് സ്പിൽമാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി അഫ്രേഡ് ഭയപ്പെട്ടത്, ഓഫ് ബീയിങ് കിൽഡ് കൊല്ലപ്പെടുമെന്ന് വിചാരിച്ചത്, ബൈ പോളിഷ് സോൾജിയേഴ്സിനാൽ കൊല്ലപ്പെടുമെന്ന് വിചാരിച്ചത്. ആരാണ് അവര്? ഹിസ് ഓൺ കൺട്രിമാൻ, അതായത് അവന്റെ തന്നെ രാജ്യക്കാരായ പോളണ്ടുകാരാൽ കൊല്ലപ്പെടുമെന്ന് വിചാരിച്ചത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, കൺട്രിമാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പാനിയൻസ് എന്നോ അല്ലെങ്കിൽ ഒരേ രാജ്യക്കാരെന്നോ ഒരേ രാജ്യത്തെ പൗരന്മാരെന്നോ എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, ഉത്തരം ഇങ്ങനെയാണ്. വെൻ ദ റേഡിയോ അനൗൺസ്ഡ് ജർമ്മനീസ് ഡിഫീറ്റ്, വെൻ എപ്പോഴാണോ റേഡിയോ അനൗൺസ് ചെയ്തത് ജർമ്മനീസ് ഡിഫീറ്റ് ജർമ്മനിയുടെ പരാജയം, ആൻഡ് ദ ലിബറേഷൻ ഓഫ് വാർസോ, അതുപോലെ തന്നെ ലിബറേഷൻ സ്വാതന്ത്ര്യം ലഭിച്ചത് ഓഫ് വാർസോയ്ക്ക് കിട്ടിയത്, സ്പിൽമാൻ ലെഫ്റ്റ് ഹിസ് ഹൈഡിംഗ് പ്ലേസ്, സ്പിൽമാൻ എന്ത് ചെയ്തു? ലെഫ്റ്റ് ഉപേക്ഷിച്ചു, ഹിസ് അവന്റെ ഹൈഡിംഗ് പ്ലേസ് ഒളിച്ചിരിക്കുന്ന സ്ഥലം, ഹോപ്പിംഗ് പ്രതീക്ഷിക്കുന്നു, ടു കൺഫേം അത് ഉറപ്പുവരുത്താൻ, ദാറ്റ് ദ വാർ വാസ് ട്രൂലി ഓവർ ആ യുദ്ധം ശരിക്കും ഫിനിഷ് ചെയ്തു അല്ലെങ്കിൽ തീർന്നു, ട്രൂലി ഓവർ തീർന്നു എന്നറിയുവാനായി, ടു ഷീൽഡ് ഹിംസെൽഫ്, ടു ഷീൽഡ് അവനെ കവർ ചെയ്യുന്നതിന് അല്ലെങ്കിൽ അവനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് അവനെ സംരക്ഷിക്കുന്നതിന്, ഹിംസെൽഫ് അവനെ തന്നെ, ഫ്രം ദ ഫ്രീസിംഗ് കോൾഡ് അതായത് ഭയങ്കര തണുപ്പിൽ നിന്നും അവനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന്, ഹി വോർ എ ജർമ്മൻ മിലിറ്ററി കോട്ട്, അവൻ വോർ അണിഞ്ഞു ഒരു ജർമ്മൻ മിലിറ്ററി കോട്ട്, അതായത് ജർമ്മനിയിലെ പട്ടാളക്കാരുടെ ഒരു കോട്ട്. ഓക്കെ, എ വുമൺ ഒരു സ്ത്രീ, മിസ്റ്റേക്കിംഗ് അതായത് അവൻ ശരിയല്ലാത്ത ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇവൻ വേറൊരാളാണെന്ന് ധരിച്ചുകൊണ്ട്, മിസ്റ്റേക്കിംഗ് ഹിം ഫോർ എ ജർമ്മൻ സോൾജിയർ അവനൊരു ജർമ്മൻ പട്ടാളക്കാരനാണെന്ന് വിശ്വസിച്ചുകൊണ്ട്, എന്തുകൊണ്ടാണ്? ആ കോട്ട് ധരിച്ചത് കൊണ്ട്. സ്ക്രീംഡ് ഇൻ ഫിയർ, സ്ക്രീംഡ് കരയുക, ഇൻ ഫിയർ പേടിയിൽ. മൊമെന്റ്സ് ലേറ്റർ ആ 2-3 നിമിഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ അല്പസമയത്തിന് ശേഷം, ഹി വാസ് സറൗണ്ടഡ് ബൈ അദ്ദേഹത്തെ സറൗണ്ട് ചെയ്തു, ബൈ പോളിഷ് ട്രൂപ്പ് പോളണ്ടിലുള്ള പട്ടാളക്കാർ, ഇൻ എ ന്യൂലി ലിബറേറ്റഡ് സിറ്റി അതായത് പുതുതായിട്ട് സ്വാതന്ത്ര്യം പ്രാപിച്ച ആ സിറ്റിയിൽ, ടെറിഫൈഡ് ഭയപ്പെട്ട്, ദാറ്റ് ഹി മൈറ്റ് ബി കിൽഡ് അദ്ദേഹം കൊല്ലപ്പെടുമെന്ന് വിചാരിച്ചു, ബൈ ഹിസ് ഓൺ കൺട്രിമാൻ അവന്റെ തന്നെ രാജ്യക്കാലത്തുള്ള ആളുകൾ അല്ലെങ്കിൽ അവന്റെ തന്നെ സഹപൗരന്മാരാൽ അവൻ കൊല്ലപ്പെടുമെന്ന് അപ്പോൾ അവൻ വിചാരിച്ചു. ഓക്കെ, ഇനി 4-ാമത്തെ ചോദ്യം. How do luck change and how do luck, chance and human kindness help Silkman to survive? എങ്ങനെയാണ് ലക്ക് ഭാഗ്യം, എങ്ങനെയാണ് ചാൻസ്, അതുപോലെ തന്നെ ഹ്യൂമൻ കൈൻഡ്നെസ് മനുഷ്യന്റെ ദയ, ഹെൽപ്ഡ് അല്ലെങ്കിൽ സഹായിച്ചത് സിൽക്മാൻ ടു സർവൈവ് സിൽക്മാനെ പ്രതിസന്ധിയെ തരണം ചെയ്യുവാനായിട്ട്. സിൽക്മാൻ വാസ് ലക്കി, സിൽക്മാൻ ഒരു ലക്കി ആയിരുന്നു അല്ലെങ്കിൽ ഭാഗ്യം ചെയ്യപ്പെട്ടവൻ ആയിരുന്നു. സിൽക്മാൻ വാസ് ലക്കി ഇനഫ് ടു ബി ഫൗണ്ട് ഇൻ ഹിസ് ഹൈഡിംഗ് പ്ലേസ്, ഇദ്ദേഹത്തിന്റെ ആ ഒളിച്ചിരിക്കുന്ന സ്ഥലത്ത് കാണപ്പെടുന്നതിന് അദ്ദേഹം ഭാഗ്യവാനായിരുന്നു. ബൈ എ ജർമ്മൻ ഓഫീസർ, ഒരു ജർമ്മൻ ഓഫീസറാൽ കാണപ്പെടുവാൻ ഭാഗ്യപ്പെട്ടു. ഹൂ വാസ് എഗനസ്റ്റ് നാസി ഐഡിയോളജി, ആ കണ്ട ജർമ്മൻ ഓഫീസർ വാസ് എഗനസ്റ്റ് എതിരായിരുന്നു എന്തിന്? നാസി ഐഡിയോളജി അല്ലെങ്കിൽ നാസിയുടെ ഐഡിയോളജി. ഓക്കെ, നാസി ഐഡിയോളജി എന്താണ്? ജൂതന്മാരെ എല്ലാവരെയും കൊല്ലുക എന്നുള്ളതാണ്. ഓക്കെ, ദ ഓഫീസർ ക്ലിയർലി സ്റ്റേറ്റഡ്, ആ ഓഫീസർ ക്ലിയർലി സ്റ്റേറ്റഡ് കൃത്യമായിട്ട് പറഞ്ഞു, ദാറ്റ് അത് എന്താണ് പറഞ്ഞത്? ഇഫ് ബോത്ത് ഓഫ് ദം അവർ രണ്ടുപേരും ഹാഡ് സർവൈവ്ഡ് അതിജീവിച്ചിട്ടുണ്ട്, ദിസ് ഇൻഫെർണോ എന്ന് വെച്ചാൽ ഈ നരകം അതായത് ഇത്തരത്തിലുള്ള ജീവിതം, ഫോർ 5 years ജീവിതം, ഫോർ 5 years. അപ്പൊ ഈ നരകത്തെ നമ്മൾ കഴിഞ്ഞ 5 വർഷം അതിജീവിച്ചെങ്കിൽ, ഇറ്റ് വാസ് ഓബിയസ്ലി ഗോഡ്സ് പ്ലാൻ, ഇത് ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നു. ഓബിയസ്ലി ഉറപ്പായും ഗോഡ്സ് പ്ലാൻ ദൈവത്തിന്റെ പ്ലാൻ, ടു സേവ് ദം അവരെ സംരക്ഷിക്കുവാൻ വേണ്ടി. ദിസ് ഷോസ് ഇത് കാണിച്ചു തരുന്നു, ദാറ്റ് ഗോഡ് ഹാഡ് ഗിവൺ ബോത്ത്, ഇത് നമ്മളെ കാണിച്ചു തരുന്നു, ഗോഡ് ഹാഡ് ഗിവൺ ബോത്ത് ഓഫ് ദം രണ്ടുപേർക്കും വൺ മോർ ചാൻസ് ഒരവസരം കൂടി, ടു സർവൈവ് അതായത് അതിജീവിക്കുവാൻ ഒരവസരം കൂടി ദൈവം രണ്ടുപേർക്കും നൽകിയതായിട്ട് കാണിച്ചു തരുന്നു. ഹ്യൂമൻ കൈൻഡ്നെസ് ആണ് ഇനി കാണാൻ പോകുന്നത്. ഹ്യൂമൻ കൈൻഡ്നെസ് ഓൾസോ കോൺട്രിബ്യൂട്ടഡ് ടു
സ്പിൽമാൻ സർവൈവൽ ഹ്യൂമൻ കൈൻഡ്നസ് അതായത് മനുഷ്യന്റെ ദയ ഓൾസോ കോൺട്രിബ്യൂട്ടഡ് നൽകി ടു സിൽമാന്റെ സർവൈവലിന് ആസ് ദ ഓഫീസർ പ്രൊവൈഡഡ് ഹിം ആ ഓഫീസർ പ്രൊവൈഡഡ് ഹിം നൽകി അവന് എന്താണ് വിത്ത് ഫുഡ് ഭക്ഷണം ആൻഡ് ക്ലോത്തിങ് ഇൻ ഹിസ് ടൈം ഓഫ് നീഡ് എന്താണ് അദ്ദേഹത്തിന്റെ ഭക്ഷണത്തിന്റെയും വസ്ത്രത്തിന്റെയും ആവശ്യമുള്ള ആ സമയത്ത് ആരാണ് നൽകിയത് ആ ഓഫീസർ അവന് ഇത് രണ്ടും നൽകി. ഇനി അഞ്ചാമത്തെ ചോദ്യം വാസ് ഇറ്റ് റിസ്കി ഫോർ ദ ജർമ്മൻ ഓഫീസർ ടു ഹെൽപ്പ് സ്പിൽമാൻ ആ ജർമ്മൻ ഓഫീസറിന് റിസ്കി അപകടം നിറഞ്ഞതായിരുന്നോ ടു ഹെൽപ്പ് സഹായിക്കുന്നത് സ്പിൽമാനെ ആയിരുന്നോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്നിട്ട് യെസ് എന്നാണെങ്കിൽ അതിന് ഉത്തരം നമ്മൾ എഴുതണം, നോ എന്നാണെങ്കിൽ അതിന് ഉത്തരം നമ്മൾ എഴുതണം. അപ്പൊ നമ്മൾ ഇവിടെ ഉത്തരം എഴുതാൻ പോകുന്നത് യെസ് എന്നാണ്. യെസ്, ഇറ്റ് വാസ് ദ നാസി മിലിറ്ററി ഓഫീസർ ഇറ്റ് വാസ് എക്സ്ട്രീംലി റിസ്കി ഫോർ ഹിം. അപ്പൊ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? യെസ് എന്ന് വെച്ചാൽ അതെ, ഇറ്റ് വാസ് എക്സ്ട്രീംലി റിസ്കി ഫോർ ദ നാസി മിലിറ്ററി ഓഫീസർ അതായത് ആ നാസി മിലിറ്ററി ഓഫീസറിന് ഇറ്റ് വാസ് എക്സ്ട്രീംലി റിസ്കി ഫോർ ദ നാസി മിലിറ്ററി ഓഫീസർ ടു ഹെൽപ്പ് സ്പിൽമാൻ എന്താണ് ആ സ്പിൽമാനെ സഹായിക്കുക എന്ന് പറയുന്നത് വളരെ അധികം അപകടം നിറഞ്ഞ ഒരു കാര്യമായിരുന്നു. ടു ഹെൽപ്പ് സ്പിൽമാൻ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. യെസ്, ഇറ്റ് വാസ് എക്സ്ട്രീംലി റിസ്കി. ഇറ്റ് വാസ് ഇത് ആയിരുന്നു, എക്സ്ട്രീംലി വളരെയധികം അപകടം നിറഞ്ഞത്, റിസ്കി ഫോർ നാസി മിലിറ്ററി ഓഫീസർക്ക് ടു ഹെൽപ്പ് സ്പിൽമാൻ ആ സ്പിൽമാനെ സഹായിക്കുക എന്നുള്ളത്. ഓഫീസേഴ്സ് വെയർ നോട്ട് പെർമിറ്റഡ് ടു അസിസ്റ്റ് ജൂസ് ഇൻ ഹൈഡിങ് അതായത് അത്തരത്തിലുള്ള ഓഫീസേഴ്സ് വെയർ നോട്ട് പെർമിറ്റഡ് ആ ഓഫീസേഴ്സിനെ അനുവദിച്ചിരുന്നില്ല ടു അസിസ്റ്റ് സഹായിക്കുക ജൂസ് എന്ന് വെച്ചാൽ യഹൂദന്മാർ ഇൻ ഹൈഡിങ് ഒളിച്ചിരിക്കുന്ന യഹൂദന്മാരെ സഹായിക്കുക എന്നത് അനുവദനീയമായിരുന്നില്ല. ദെയർ ഡ്യൂട്ടി വാസ് ടു അറസ്റ്റ് ദം അവരുടെ ഉത്തരവാദിത്തം എന്തായിരുന്നു? അറസ്റ്റ് ദം അവരെ അറസ്റ്റ് ചെയ്യുക. ആൻഡ് സെൻഡ് ദം ടു കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്നിട്ട് അവരെ എവിടേക്ക്? കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക്, ആ പീഡനാറകളിലേക്ക് അയക്കുക എന്നുള്ളതായിരുന്നു. ബൈ ചൂസിങ് ടു ഹെൽപ്പ് സ്പിൽമാൻ അദ്ദേഹം ഈ സ്പിൽമാനെ സഹായിക്കുന്നതിനായിട്ട് തയ്യാറായതോടുകൂടി ഹി നോയിങ്ലി ഡിഫൈഡ് ദീസ് ഓർഡേഴ്സ് അദ്ദേഹം നോയിങ്ലി അറിവോടുകൂടി ഡിഫൈൽഡ് ആ ഓർഡറിനെ മാനിച്ചില്ല. അവെയർ ദാറ്റ് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഈഫ് ദ അതോറിറ്റീസ് ആ അധികാരികൾ ഡിസ്കവേർഡ് കണ്ടെത്തി ഹിസ് ആക്ഷൻ അദ്ദേഹത്തിന്റെ പ്രവൃത്തി എന്നാൽ ഹി കുഡ് ബി എക്സിക്യൂട്ടഡ് അദ്ദേഹത്തെ അവർ കൊല്ലാമായിരുന്നു അല്ലെങ്കിൽ പണിഷ്മെന്റ് കൊടുക്കാമായിരുന്നു. ഓർ ഡിസ്മിസ്ഡ് ഫ്രം ദ സർവീസ് അല്ലെങ്കിൽ അദ്ദേഹത്തെ ഡിസ്മിസ്ഡ് അതായത് സർവീസിൽ നിന്നും പിരിച്ചുവിടുവാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ ആറാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. വൈ ഈസ് സ്പിൽമാൻസ് മെയ്മർ ക്ലാസിഫൈഡ് ആസ് സർവൈവർ ടെസ്റ്റിമണി എന്തുകൊണ്ടാണ് മെയ്മോയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഓട്ടോബയോഗ്രഫി ഒരാൾ അദ്ദേഹത്തിന്റെ തന്നെ ജീവചരിത്രം എഴുതുന്നത് ക്ലാസിഫൈഡ് കണക്കാക്കിയിരിക്കുന്ന ആസ് എ സർവൈവർ അതിജീവിതത്തിന്റെ ടെസ്റ്റിമണി സാക്ഷ്യം എന്ന്. ഹൗ ഇൻ യുവർ ഒപ്പീനിയൻ എന്താണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഡസ് സർവൈവർ ടെസ്റ്റിമണി അതായത് അതിജീവിതത്തിന്റെ സാക്ഷ്യം എൻറിച്ച് ഹിസ്റ്ററി അതായത് ചരിത്രത്തെ പരിപോഷിപ്പിക്കുമോ ആൻഡ് ലിറ്ററേച്ചർ അതുപോലെ തന്നെ സാഹിത്യത്തെ പോഷിപ്പിക്കുമോ ആൻഡ് എൻഹാൻസ് യുവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ വേൾഡ് അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ലോകത്തെക്കുറിച്ചുള്ള അറിവിനെ കൂടുതൽ പരിപോഷിപ്പിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കുക ഈ സർവൈവർ ടെസ്റ്റിമണി ആയിട്ട് സ്പിൽമാൻസിന്റെ ഓട്ടോബയോഗ്രാഫിയെ എഴുതിയിരിക്കുന്നത് ചരിത്രത്തെ പരിപോഷിപ്പിക്കുന്നുണ്ടോ, സാഹിത്യത്തെ പരിപോഷിപ്പിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ എൻഹാൻസ് ദ വേൾഡ് ലോകത്തെ അറിയിക്കുന്നതിൽ പരിപോഷിപ്പിക്കുന്നുണ്ടോ? ഓക്കെ, അതിന് ഉത്തരം എങ്ങനെ എഴുതാം? സ്പിൽമാൻസ് മെമ്മോയർ ഈസ് എ പവർഫുൾ ആൻഡ് മൂവിങ് സ്റ്റോറി അബൌട്ട് ഹിസ് ലൈഫ് ഡ്യൂറിങ് വേൾഡ് വാർ സെക്കൻഡ് അതായത് സ്പിൽമാൻസ് മിമോയർ അതായത് അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി സ്വയം അദ്ദേഹത്തിന്റെ ജീവിതകഥ അദ്ദേഹം എഴുതിയത് ഈസ് എ പവർഫുൾ അത് വളരെ ശക്തിയുള്ള അത് ആൻഡ് മൂവിങ് സ്റ്റോറി അതുപോലെ നമ്മളുടെ ഹൃദയഭേദകമായിട്ടുള്ളത് അതായത് ഹൃദയത്തെ മാറ്റുന്നതുമാണ്. എബൌട്ട് ഹിസ് ലൈഫ് അദ്ദേഹത്തിന്റെ ജീവിതം ഡ്യൂറിങ് വേൾഡ് വാർ സെക്കൻഡ് അതായത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത്. ഓക്കെ, ഇറ്റ് ടെൽസ് ഹൗ ഹി സർവൈവ്ഡ് ഇത് നമുക്ക് പറഞ്ഞു തരുന്നു എങ്ങനെയാണ് അദ്ദേഹം സർവൈവ് ചെയ്തത് അതിജീവിച്ചത്. ആൻഡ് വാട്ട് ഹി വെന്റ് ത്രൂ ഇൻ വാർസോ അതുപോലെ തന്നെ എന്ത് പ്രയാസത്തിൽ കൂടിയാണ് അദ്ദേഹം കടന്നുപോയത് വെന്റ് ത്രൂ കടന്നുപോയത് ഇൻ വാർസോയിൽ
ഓഫറിംഗ് എ യുണീക്ക് വ്യൂ ഓഫ് ദ ഹോളോകോസ്റ്റ്. ഇത് നമുക്ക് ഓഫറിംഗ് നൽകുന്നു എ യുണീക്ക്, അതായത് യുണീക്ക് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് അല്ലെങ്കിൽ എക്സെപ്ഷണബിൾ എന്നൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്തുവാൻ സാധിക്കാത്ത രീതിയിലുള്ള കാഴ്ചപ്പാട്. എന്തിനെക്കുറിച്ച്? ഹോളോകോസ്റ്റിനെ കുറിച്ച്. ഹോളോകോസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ജൂതന്മാരെ എല്ലാം കൂടി ഗ്യാസ് ചേമ്പറിലിട്ട് കൊന്നുകളയുന്നത്, പീഡിപ്പിച്ചിട്ട് കൊന്നുകളയുന്ന ഒരു രീതി. ദ വാർ ഡിസ്ട്രോയിഡ് ദ ഹോപ്പ് ആൻഡ് ഡ്രീംസ് ഓഫ് മെനി പീപ്പിൾ. ദ വാർ അതായത് യുദ്ധം, ഡിസ്ട്രോയിഡ് നശിപ്പിച്ചു, ദ ഹോപ്പ് പ്രതീക്ഷ, ആൻഡ് ഡ്രീംസ് സ്വപ്നങ്ങൾ, ഓഫ് മെനി പീപ്പിൾ അതായത് വളരെയധികം ആളുകളുടെ, ഇൻ ദ സിറ്റി ആ സിറ്റിയിലെ. ദ ബുക്ക് ഗീവ്സ് എ ട്രൂ പിക്ചർ ഓഫ് വാട്ട് ദ ജൂയിഷ് ലൈഫ് വാസ് ലൈക്ക് അറ്റ് ദാറ്റ് ടൈം. ദ ബുക്ക് ആ ബുക്ക് ഗീവ്സ് തരുന്നു എ ട്രൂ പിക്ചർ ശരിയായ ഒരു ചിത്രം ഓഫ് വാട്ട് ജൂയിഷ് ലൈഫ് എന്തായിരുന്നു യൂതന്മാരുടെ ലൈഫ് വാസ് ലൈക്ക് ദാറ്റ് ടൈം ആ സമയത്ത് യൂതന്മാരുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളത് തരുന്നു. ഇറ്റ് ഹെൽപ്സ് റീഡേഴ്സ് ഇത് വായനക്കാരെ സഹായിക്കുന്നു. ലേൺ അബൌട്ട് ഹിസ്റ്ററി ചരിത്രത്തെക്കുറിച്ച് പഠിക്കുവാൻ. ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കുക, ഇമ്പോർട്ടൻറ്റ് പ്രധാനം, ഓഫ് ഹ്യൂമൻ റൈറ്റ് മനുഷ്യന്റെ അവകാശങ്ങളെ കുറിച്ച്. ഇറ്റ് ഓൾസോ ഷോസ് ഇത് നമ്മളെ കാണിച്ചു തരുന്നു ദ ഫിയർ ഭയം, സ്ട്രഗിൾ ബുദ്ധിമുട്ടുകൾ, ദ ഹോപ്പ് പ്രതീക്ഷ, ഓഫ് പീപ്പിൾ അതായത് ആളുകൾ ജീവിക്കുന്നു, ലിവിങ് ഇൻ ദ ഗട്ടോസ് അതായത് ഗട്ടോസ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ യഹൂദന്മാരെ ആയിട്ടുള്ള ആളുകളെ കൊണ്ടുവന്ന് ആ താമസിപ്പിച്ച സ്ഥലം. സ്ലിപ്മാൻസ് റൈറ്റിംഗ് എഴുത്തുകൾ ബ്രിങ്സ് നമ്മളിലേക്ക് കൊണ്ടുവരുന്നു, റീഡേഴ്സ് അതായത് വായനക്കാരിലേക്ക് കൊണ്ടുവരുന്നു ഇൻ ടു ദ ഹാർട്ട് ഓഫ് ഹോളോകോസ്റ്റ് അതായത് ഹോളോകോസ്റ്റിന്റെ ആ ഒരു അതായത് അതിന്റെ മുഖ്യമായ സംഗതികളെല്ലാം കൊണ്ടുവരുന്നു. മേക്കിംഗ് ഇറ്റ് എ വെരി എമോഷണൽ അതായത് ഇത് വളരെയധികം വൈകാരികമായിട്ടുള്ളതും ആൻഡ് പവർഫുൾ അതായത് ശക്തിയുള്ളത് ബുക്ക് ഓഫ് ലിറ്ററേച്ചർ സാഹിത്യത്തിലെ ഒരു ശക്തിയുള്ള ബുക്കായിട്ട് അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. ഈ സർവൈവർ ടെസ്റ്റിമണി എന്ന് പറഞ്ഞ ഈ ബുക്ക് ചരിത്രത്തെ പഠിപ്പിച്ചു തരുന്നു, സാഹിത്യത്തെ പഠിപ്പിച്ചു തരുന്നു, അതുപോലെ തന്നെ നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനെയും പഠിപ്പിച്ചു തരുന്നു. എനിക്ക് തോന്നുന്നു ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാവുന്നതാണ്.